ഹായ് ഫ്രണ്ട്സ്, ഞാൻ ജോയ് തലക്കടൻ. ഞാൻ ഇന്ന് കുക്ക് ചെയ്യാൻ പോകുന്നത് ഒരു ക്രിസ്മസിൻ്റെ സ്പെഷ്യൽ ഒരു ബീഫ് കറിയാണ്. അതിനാവശ്യമായിട്ട് ഞാൻ 1 കിലോ ബീഫ് നുറുക്കിയത് ഇതുപോലെ എടുത്തിട്ടുണ്ട്. പിന്നെ ജിഞ്ചർ ഗാർലിക്ക് ഒന്ന് ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം. അപ്പം മിക്സിക്കകത്ത് ഇട്ടിട്ട് റെഡിയാക്കി എടുക്കാനുണ്ട്. അതിന് ശേഷം അതൊന്ന് കുക്കറിലിട്ട് ഒരു 1-2 വിസിലടിച്ച് റെഡിയാക്കി എടുക്കണം. കുക്ക് ചെയ്തെടുത്തിട്ട് റെഡിയാക്കാം. ബീഫ് കുക്കറിലൊന്ന് ബോയിൽ ചെയ്യാനായിട്ട് ഞാൻ അതിനകത്തേക്ക് 1 സ്പൂണ് ജിഞ്ചർ ഗാർലിക്ക് ഇതേപോലെ അരച്ചെടുത്തൊന്ന് ആഡ് ചെയ്യാണ് അതിനകത്തേക്ക്. പിന്നെ 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി അതിനകത്തേക്ക് ആഡ് ചെയ്യാണ്. പിന്നെ അതിനാവശ്യമായിട്ട് ഉപ്പും, എന്നിട്ടൊന്ന് ഇളക്കി ഒന്ന് കുക്ക് ചെയ്യാൻ വയ്ക്കാം. അതിനൊരു പാൻ വെച്ചിട്ട് പാനിലേക്ക് 2 സ്പൂണ് മല്ലിപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. 1 സ്പൂണ് ഗരം മസാല, 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി, 1 സ്പൂണ് മുളക് പൊടി. ഇതൊന്ന് ചൂടാക്കിയിട്ട് ചെറുതായിട്ടൊന്ന് വറുത്ത് മാറ്റി വയ്ക്കണം. അതിനുശേഷം ഞാൻ ഈ പാനിലേക്ക് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അതിനകത്തേക്ക് ഞാൻ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള, അതായത് 3 സവാള ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട്, ചെറിയ സൈസ് 3 സവാള. ഇതിനാവശ്യമായിട്ട് ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അതോടൊപ്പം തന്നെ ജിഞ്ചർ ഗാർലിക്ക് 3 സ്പൂണുണ്ട്, അതായത് ഒരു 10 അല്ലി ഗാർലിക്കും പിന്നെ 2 വലിയ കഷ്ണം ജിഞ്ചർ എടുത്തിട്ടുണ്ട്. അത് ആദ്യം ഞാൻ കുറച്ച് 1 സ്പൂൺ അതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുത്തായിരുന്നു ഇറച്ചിയിലേക്ക്. ഞാനിത് ഇതിനകത്തേക്ക് ആഡ് ചെയ്യാണ്. ഇതൊന്ന് കാട്ടി കൊടുക്കാം. ഞാൻ സവാളയൊക്കെ ബ്രൗൺ കളറായി തുടങ്ങി. ഞാൻ ഇതിനകത്തേക്ക് 3 പച്ചമുളകും കുറച്ച് വേപ്പിലയും ആഡ് ചെയ്യാണ്. ഞാൻ പച്ചമുളക് കുറച്ച് ആഡ് ചെയ്യുന്നുള്ളൂ, നിങ്ങൾക്ക് കുറച്ചുകൂടി കൂടുതൽ ആഡ് ചെയ്യാം. ഞാൻ ഇത് കുറച്ചാണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ ഞാൻ ഇതേപോലെ എടുത്തെറിഞ്ഞ് വെച്ചിരിക്കുന്ന കോക്കനട്ട് കഷ്ണം ഇതിനകത്തേക്ക് സ്ലൈസ് ചെയ്ത് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ കുറച്ചുകൂടി സാൾട്ട്, ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഞാൻ ആദ്യം ഇത് പാനിലിട്ട് വറുത്തെടുത്ത പൊടികളാണ് ഇൻഗ്രീഡിയൻസ്. മഞ്ഞൾപ്പൊടി 1 സ്പൂണും, ഗരം മസാല 1 സ്പൂണും, മല്ലിപ്പൊടി 2 സ്പൂണും, കാശ്മീരി ചില്ലി 1/2 സ്പൂണും കൂടി ഞാൻ ഇതിനകത്തേക്ക് വറുത്തതാണ്, അത് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. വഴറ്റി യോജിച്ചെടുക്കാം. ഇതിനകത്തേക്ക് ഒരു ടൊമാറ്റോ കട്ട് ചെയ്ത് ആഡ് ചെയ്യാണ്. പിന്നെ 1/2 സ്പൂണ് കുരുമുളക് പെപ്പർ പൗഡർ പൊടിച്ചത് ആഡ് ചെയ്യണം. അതോടൊപ്പം തന്നെ ബീഫ് ബോയിൽ ചെയ്തേക്കുന്നത് ഞാൻ ഇതിനകത്തേക്ക് ആഡ് ചെയ്യാണ്. പിന്നെ വെള്ളമെല്ലാം കൂടി അതിനകത്ത് ആഡ് ചെയ്യുന്നുണ്ട്, അപ്പം കുറച്ച് ഗ്രേവി ഉണ്ടാവും. ഞാൻ ഇതിനകത്തേക്ക് അരമുറി തേങ്ങ വറുത്ത് അരച്ചത് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അതോടൊപ്പം തന്നെ 1 ഗ്ലാസ് വെള്ളം വാക്കും കൂടി ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് താളിക്കണമെങ്കിൽ താളിക്കണമൊക്കെ താളിക്കാം, ഞാൻ ചെയ്യുന്നില്ല ഇന്ന്. നിങ്ങൾ എനിക്ക് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യും, ലൈക്ക് ചെയ്യും, ഫോളോ ചെയ്യും, കമൻറ്റ് ചെയ്യും, ഷെയർ ഒക്കെ ചെയ്യണം കേട്ടോ. അങ്ങനെ ബീഫ് കറി റെഡി ആയിരിക്കുകയാണ്. എല്ലാത്തിൻ്റെ കൂടെ കഴിക്കാവുന്ന ഒരു ഐറ്റംസാണല്ലോ ബീഫ് കറി, നിങ്ങൾക്ക് പ്രത്യേകിച്ച് അറിയാമല്ലോ. പിന്നെ ഇത് നിങ്ങൾ ട്രൈ ചെയ്യണം, എനിക്ക് വേണ്ടി കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യും, ഫോളോ ചെയ്യും, ലൈക്കും ഒക്കെ ചെയ്യണം കേട്ടോ. അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം.